ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. സമ്മർ ഹെയർ കെയറിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒറ്റ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ. നമ്മുടെ മുടി നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും മുടി നല്ല സോഫ്റ്റ് ആക്കി സിൽക്കി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടാതെ നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുടി നല്ല ഹെൽത്തി ആയി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടഞ്ഞു പോയിട്ടുള്ള സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആക്കി പുതിയ മുടി കിളിർക്കാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ ചിലപ്പോൾ സൗണ്ട് സിങ്ക് അല്ലാത്ത പോലെ തോന്നും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ വീണ്ടും സൗണ്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് വേണ്ടത് നല്ല വലുപ്പത്തിലുള്ള 2 അലോവേരയാണ് കേട്ടോ. അപ്പോൾ അലോവേരയുടെ ജെല്ല് ഞാൻ എടുക്കുകയാണ്. ഇതേപോലെ 2 സൈഡ് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോയി കിട്ടും. എന്നിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാൻ പറ്റും. താരൻ മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി നന്നായിട്ട് വളരാനും സിൽക്കി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ അലോവേര ജെല്ല്. കൂടാതെ വൈറ്റമിൻ ഇ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കി സ്പ്ലിറ്റൻസ് ഇല്ലാതെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ മുടി നന്നായി സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് അലോവേര. അപ്പം അതുകൊണ്ട് തന്നെ അലോവേര എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ജെല്ല് കിട്ടും. ഇത് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കാതെ അങ്ങനെ തലയിൽ തേക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ അതിൻ്റെ വേസ്റ്റൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് മുടിയിൽ ഒരു പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മുടി ചീന്തുമ്പോൾ മുടി പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് തലയിൽ തേക്കുകയാണെങ്കിലും ഇതേപോലെ പിഴിഞ്ഞ് തേക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയിൽ പിഴിഞ്ഞ് തേക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഒന്നും കിട്ടാതെ നമുക്ക് തലയിൽ തേച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേസ്റ്റ് കംപ്ലീറ്റ് ആ തുണിയിൽ കിട്ടും. എന്നിട്ട് അതിൻ്റെ സത്ത് മാത്രമേ നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇത് തലയിൽ തേക്കുകയാണ് ഏറ്റവും നല്ലത്. കഴുകി കളയാനും ഇത് തന്നെയാണ് കേട്ടോ സുഖം. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞ് മുടി ഉണങ്ങിയിട്ട് നമ്മൾ വേറെടുക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. അപ്പോൾ ആ എണ്ണയൊക്കെ തേച്ച് ഞാൻ നല്ല വൃത്തിയിൽ മുടി നല്ല രീതിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മുടി അഴിച്ചിട്ടിട്ട് നമ്മുടെ ഈ ഒരു ജെല്ല് അലോവേരയുടെ ജെല്ല് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് ഡെയിലി തേക്കാം, ഒരു കുഴപ്പമില്ല. തല ഡെയിലി കുളിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി തലയിൽ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നരാടം തല കുളിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നരാടം തേക്കാം, യാതൊരു കുഴപ്പമില്ല. വളരെ എളുപ്പത്തിൽ വളരെ സാവധാനത്തിൽ നിങ്ങൾ തലയിൽ തേച്ച് കൊടുത്താൽ മതി. ഇനി കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുടിയിലും തേച്ച് കൊടുക്കാം. ഇത് ഒരാൾക്ക് ഇത്രേ തേക്കാൻ പാടുള്ളൂ, ഇന്ന അളവിലേ തേക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എത്രത്തോളം തലയിൽ തേക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 3 ദിവസം നമ്മളിത് തലയിൽ തേച്ച് കഴുകുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സോഫ്റ്റാക്കി സിൽക്കി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നിങ്ങൾ ഈ ബോർ വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളാണ്, പൈപ്പ് വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. നിങ്ങൾ തേക്കുന്ന എണ്ണ തലയിൽ തേച്ചതിന് ശേഷം ഈ ഒരു അലോവേര ജെല്ല് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് മൈൽഡായിട്ട് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്ത് കളയുക. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളായിക്കോട്ടെ പൈപ്പ് വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളത്തിൽ ഹെവി ആയിട്ട് മെറ്റൽസ് കൂടുതലുള്ളതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ കെയറുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടാവും തല നനയ്ക്കുന്നുണ്ടാവുക നിങ്ങൾ. അപ്പോൾ ആ തല നനയ്ക്കുന്ന ദിവസം ഇങ്ങനെയുള്ള ഹെയർ കെയർ മെത്തേഡുകൾ ചെയ്തിട്ട് ഷാമ്പു വെള്ളത്തിൽ കലക്കിയിട്ട് ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്ത നല്ല ഷാമ്പു നോക്കി മേടിക്കുക. എന്നിട്ട് ഷാമ്പു വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ മുടി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ട് നമ്മുടെ മുടി ഡാമേജ് ആവല് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ മുടി വേറെടുക്കുമ്പോൾ നിങ്ങളുടെ തുമ്പ്, അതായത് മുടിയുടെ തുമ്പ് നന്നായിട്ടൊന്ന് ചെയ്ത് വൃത്തിയാക്കുക. മുടിയുടെ തുമ്പിലത്തെ കെട്ട് നമ്മൾ ആദ്യം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി വേറെടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മുടി നല്ല ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ തുമ്പത്തെ കെട്ട് ആദ്യം ചീകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതേപോലെ ചെറുതായിട്ട് എടുത്തിട്ട് കെട്ടിറക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നിങ്ങളുടെ വീട്ടിൽ ബോർ വെള്ളത്തിലെ വെള്ളമാണോ അല്ലെങ്കിൽ കുഴൽക്കിണർ വെള്ളമാണോ എന്നൊക്കെ വെച്ച് മൈൽഡായിട്ട് നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. ടാറ്റാ.